ഈ സിനിമ ഒരു സാങ്കല്പിക ലോകത്ത് നടക്കുന്ന ഡ്രാമ ബേസ്ഡ് ആണ്. അങ്ങനെ വലിയ മിസ്റ്ററി അല്ല. ലെവൽ ക്രോസിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആസിഫ് അലി എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന സിനിമയാണ് ലെവൽ ക്രോസ്. ജൂലൈ 26-നാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത്. ചിത്രത്തിലെ സംവിധായകനും എഴുത്തുകാരനുമായ അർഫാസ് അയ്യൂബാണ് റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നത്. അർഫാസ്, ആദ്യം തന്നെ ചിത്രത്തിൻ്റെ ടീസർ കണ്ടു. ഒരുപാട് നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ എന്താണ് ലെവൽ ക്രോസ്? ലെവൽ ക്രോസ് ബേസിക്കലി ഒരു ഇൻറ്റൻസ് ഡ്രാമ ജോണറിൽ പെടുന്ന പടമാണ്. ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി പതുക്കെ അത് ഗ്രിപ്പ് ചെയ്തൊരു ഡ്രാമയിലേക്ക് കയറുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 3 കഥാപാത്രങ്ങളാണ് മെയിൻലി ഉള്ളത്. ഇവരുടെ കഥകളും ഇവരുടെ ഇമോഷണൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഒരു കെമിസ്ട്രിയും ഒക്കെയാണ് സിനിമ പറയുന്നത്. ജോണർ ഡ്രാമ ബേസ് ആണ്. ഡ്രാമ ബേസ്ഡ് ആണ്. അങ്ങനെ വലിയ മിസ്റ്ററി അല്ല, ഒരു ഡ്രാമ ബേസ്ഡ് പരിപാടിയാണ്. അതായത് ഈ ക്യാരക്ടേഴ്സ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആസിഫ് അലി എന്ന് പറയുന്ന ക്യാരക്ടർ ഒറ്റയ്ക്ക് ഒരു ഡെസേർട്ടിനുള്ളിലുള്ള ഒരു ലെവൽ ക്രോസിൽ ജീവിക്കുന്ന ആളും അവിടേക്ക് അമലാപോളുടെ ക്യാരക്ടർ വരുന്നത് ഇവർ തമ്മിലുള്ള ഭയങ്കര എന്താ പറയുക എക്സ്ട്രീം ഓപ്പോസിറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിൽക്കുന്ന 2 പേര് തമ്മിലുള്ള അവർ തമ്മിലുള്ള ഇടപാടുകൾ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ്, അതാണ് മെയിൻലി പറയുന്ന കഥ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാനും ജീത്തു ജോസഫ് സാറും ട്യൂണീഷ്യയിലെ റാം എന്ന് പറഞ്ഞ മോഹൻലാൽ സാറിൻ്റെ പടത്തിൻ്റെ റേക്കിക്ക് വേണ്ടി പോകുമ്പോഴാണ് ഈ ലൊക്കേഷൻ കാണുന്നത്. ആദ്യം രാജസ്ഥാനിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ രാജസ്ഥാനൊക്കെ കണ്ടിട്ടുള്ളതായത് കാരണം ഈ സിനിമ ഒരു സാങ്കല്പിക ലോകത്ത് നടക്കുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഷ്വൽസും നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു സംഭവമാകുമ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കാണാത്ത ഒരു ഇമാജിനറി സാധനമായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെയാണ് സാറിനും ജീത്തു സാറിനും എനിക്കും ഈ ലൊക്കേഷൻ ഇഷ്ടപ്പെടുകയും ആ പ്രൊഡ്യൂസറിനോട് സംസാരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇത് സഹാര ഡെസേർട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ട്യൂണീഷ്യയിലെ ട്യൂണിസ് എന്ന് പറഞ്ഞ ക്യാപിറ്റലിൽ നിന്ന് ഒരു 8.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ടുസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണത്. ചെറിയൊരു ടൗണാണ്, അതിനടുത്താണ് ഈ സഹാര ഡെസേർട്ട് ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സോ എക്സ്പീരിയൻസ് വാസ് ഗ്രേറ്റ് ബിക്കോസ് ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇടയ്ക്ക് സാൻഡ് സ്റ്റോം വന്നു. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ സഹാര ഡെസേർട്ടിൽ മഴ പെയ്തപ്പോൾ അതും പ്രശ്നമായി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹേർഡിൽസിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തൊരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ സിനിമയും കൂടെയാണ്. അപ്പോൾ ഇറ്റ്സ് വെരി ക്ലോസ് ടു അവർ ഹാർട്ട്സ്. ജീത്തു ജോസഫ് അവതരിപ്പിക്കുന്ന സിനിമയാണ്. അദ്ദേഹത്തിനൊപ്പം ഒരുപാട് വർഷമായിട്ട് അർഫാസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹം അർഫാസിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് ഞാൻ ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ വർഷം ബോംബെയിൽ വർക്ക് ചെയ്ത് ആസ് എൻ അസോസിയേറ്റ് ഡയറക്ടർ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ജീത്തു സാറ് ഒരു ഹിന്ദി പടം ബോഡി എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻ ഹഷ്മി, ഋഷി കപൂർ അഭിനയിച്ച ബോഡി പടത്തിൻ്റെ വർക്കുമായിട്ട് അവിടെ വരികയും അതിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് സാറുമായിട്ട് കണക്ഷൻ ആകുന്നത്. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം റാമിൻ്റെ വർക്ക് തുടങ്ങുന്നുണ്ടായിരുന്നു. അത് മൾട്ടിപ്പിൾ കൺട്രീസിലൊക്കെ ഉള്ള ഷൂട്ടായിരുന്നു. അതിൽ ഞാൻ ജോയിൻ ചെയ്തു. അത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് കൊറോണ വരുന്നത്. അപ്പോൾ നമ്മൾ ലണ്ടനിലോട്ട് ഷൂട്ടിന് പോകാനിരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. അങ്ങനെ റാം അവിടെ നിന്നു. പിന്നെ ദൃശ്യം 2 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. സാധനങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദൃശ്യത്തിൽ അഭിനയിച്ചിട്ട് അതെ, ഒരു ചെറിയ റോള്. ഞാൻ സാറിൻ്റെ എല്ലാ പടങ്ങളും കുഞ്ഞു റോള് ചെയ്യാറുണ്ട്. കൂമലിലുണ്ടായിരുന്നു, 12th മാനിലുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമകളിലൊക്കെ ഞാൻ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തായിരുന്നു സാറിനോട്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ കോംബോ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ഇവർ 3 പേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ പടമാണ്. ഇവരുടെ കെമിസ്ട്രിയും ഇവർ 3 പേരും ഭയങ്കര എക്സ്ട്രീംലി എക്സ്ട്രാ ഓർഡിനറി ആക്ടേഴ്സാണ്. അപ്പോൾ അത്രയ്ക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് സബ്ജക്റ്റ് ആകുമ്പോൾ ഇത്രയും നല്ല ആക്ടേഴ്സ് വേണ്ടി വരും എന്നുള്ളതൊരു നിർബന്ധമായിരുന്നു. അവരൊക്കെ സമ്മതിക്കുകയും ഈ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ സമ്മതിക്കുന്നത്. അവരൊക്കെ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇത് അവർ 3 പേരുടെയും അഭിനയ പ്രകടനം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസസ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അമല പോൾ ഇതിലൊരു പാട്ടും പാടിയിട്ടുണ്ടല്ലേ? അതെ. ആക്ച്വലി അമല ഞങ്ങൾ ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഡേ ഷൂട്ടായിരിക്കും. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സൺഡൗൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോരും. അപ്പോൾ ഹോട്ടലിലെത്തി കഴിഞ്ഞാൽ ആസിഫിൻ്റെ റൂമിൽ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ജാം ചെയ്യും. അങ്ങനെ ചില്ല് ചെയ്യുന്ന സമയത്ത് അമല പാട്ട് പാടും. അങ്ങനെ കേട്ടപ്പോഴാണ് അമല നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ എന്ന് തോന്നുകയും അമലയോട് ചോദിച്ചു പാട്ട് പാടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പാടാം, നമ്മൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പയ്യെ എന്നുള്ള സോങ് ആയിരുന്നു പാടാമെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. അതായിരുന്നു കുറച്ചുകൂടി ഈസിയർ സോങ് ടു സിങ്. പക്ഷേ എൻ്റെ പിന്നിലെ രൂപം എന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ പുള്ളിക്കാർക്ക് അത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുകയും വിശാലിനോട് സംസാരിക്കും. മ്യൂസിക് ഡയറക്ടർ വിശാൽ ചന്ദ്രശേഖർ, സീതാരാമൊക്കെ ചെയ്ത പുള്ളിയുടെ ആദ്യത്തെ മലയാളം പടം. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ അമല ആ പാട്ട് തന്നെ പാടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമല ട്രൈ ചെയ്തു, നന്നായിട്ട് പാടി. അതിപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആസിഫിൻ്റെ ലുക്കിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അത് വെറുതെ കുറേ ഒരു ലുക്കിൽ മാത്രം വന്നാൽ പോലും ചില സംഭവങ്ങൾ നമ്മൾ ലുക്കിൽ മാത്രം വരുമ്പോൾ അത് ഭയങ്കര ഫാൻസി ഡ്രസ്സായിട്ട് ഫീൽ ചെയ്യും. ആ ക്യാരക്ടറും ആ ലുക്കിലോട്ട് സിങ്കായി ആ ക്യാരക്ടറിൻ്റെ മാനറിസവും സംഭാഷണ രീതികളും
നടത്തും പോലും ആ ലുക്കുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആസിഫിൻ്റെ പെർഫോമൻസിനെ ആ ലുക്കിന് ആസിഫിൻ്റെ പെർഫോമൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ജൂലൈ 26-ന് ചിത്രം റിലീസ് ചെയ്യും. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ജൂലൈ 26-ന് ലെവൽ ക്രോസ് തിയേറ്ററുകളിൽ എത്തുവാണ്. ആദ്യത്തെ പടം എന്ന നിലയ്ക്ക് എനിക്കൊത്തിരി എന്താ പറയുക, എൻ്റെ കരിയർ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പടം ഇതാണ്. അപ്പോൾ ഒരു ചാൻസ് നിങ്ങൾ തിയേറ്ററിൽ തരണം, നിരാശരാകില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പ്ലീസ് ഗോ വാച്ച് ലെവൽ ക്രോസ് ഓൺ 26 ജൂലൈ. താങ്ക് യു. ജൂലൈ 26-ന് റിലീസിനൊരുങ്ങുന്ന ലെവൽ ക്രോസ് വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീസ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.